Hey guys, welcome back to my channel. It's been many days that I didn't upload any video. I had my exams and we all came back to hostel, and you can see two of my friends sitting here. This is Hannah and this is just me. My almost 3 years went around this, both of them, and we had a lot of fun and lot of memories to share to all the family, my YouTube family, especially my YouTube family. So I thought like today let me do something which you all will be knowing about our college life, how did we spend our life and what all we did. So my friends will be telling you, like I'll be asking some questions, so they'll be telling me, telling about me, what I'm doing and how do we spend our most of our time. So guys, let's begin this question and answer session. Guys, I made almost some 20 questions about me. So ഇവർ ആൻസർ ചെയ്യും രണ്ടുപേരും. They know me very well actually because more than family, I spend mostly with them. So obviously they'll be knowing more about me. So I'll be asking some questions to Jismi and some to Hannah because these two people have a different experience. Frankly to say, I always try to bunk our class and we go to movies with her because we both have literature background. So we get over mostly by 2 o'clock. So that's one of the reason we go for movies. Ivalu bhayangara science full time studying future studying illa class attending matram. So adarnu we didn't get much time for the movie session mostly. So ഞങ്ങൾ വീക്കെൻഡ്സ് ഒക്കെ എവിടെ പോവായിരുന്നു? നഴ്സറി. അവിടെ ഞാൻ പോവത്തില്ല. ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടില്ലേ? രണ്ടുപേരും പോയി മേടിച്ചതാണ്. സോ ഞാൻ So I have some questions. So I'll be asking them. So first question, let me ask to Jismi. Okay. What do you like in me? കിട്ടുന്ന ചാൻസ് ഒക്കെ ഊച്ചെടുക്കാണ്. What do you like in me? റോണീഷയിൽ എന്താ ഇഷ്ടം എന്ന് വെച്ചാ എന്ത് കാര്യം പറയാം. ഐ മീൻ എന്താ അങ്ങനെ ഷി വോണ്ട് ജഡ്ജ്. പറയേണ്ട കാര്യം നമ്മളോട് പറഞ്ഞു തരും. നമുക്ക് അങ്ങനെ ഒരു ബാഡ് ഫീലിംഗ് കിട്ടത്തില്ല. കേട്ടിരിക്കാം, ഓക്കെ ശരിയാ, നമുക്ക് ഈ സജഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു തോന്നൽ കിട്ടും. അതെനിക്കിഷ്ടം. എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഇടക്കിടക്കിട്ട് എനിക്കിഷ്ടം പണി തരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ. The second question I'll be asking to Hannah, okay? What is the craziest thing I did with you guys? അത് നന്നായിട്ട് പറയും. ഞാൻ കുറെ പറയാറുണ്ട്. One crazy thing she did is ഞങ്ങൾ ഫസ്റ്റ് ഇയറില് മൈസൂരിൽ പോയി. ഞങ്ങള് 3 പേരും പ്ലാൻ ചെയ്ത് ഞങ്ങൾ പാരൻസിന്റെ ഒക്കെ പെർമിഷൻ വാങ്ങിച്ചു ഫസ്റ്റ് ടൈം ഒരു ലോങ് ട്രിപ്പ് പോയി. സോ ഞങ്ങൾ ഫിസിക്കലി മെന്റലി പ്രിപ്പയർ ആയി. സോ ഞങ്ങൾ ഫസ്റ്റ് ടൈം റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏത് ഡയറക്ഷനിലേക്കാണ് ട്രെയിൻ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടില്ല. ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പൊ നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ഒരു ഷോർട്ട് ട്രെയിൻ നമുക്ക് കയറാം. സോ അതിന് വേണ്ടി വന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയില്ല ഏത് ട്രെയിനിലാണ്. 2 types of local trains ഉണ്ട്. അപ്പൊ 2 ലോക്കൽ ട്രെയിൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തേക്കാണ് ആ സ്ഥലത്തിലേക്ക് പോകുള്ളൂ. സോ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞാനും ജിസ്മിയും കൂടി അവിടെ നിയർ ബൈ പോലീസ് സ്റ്റേഷൻ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു ഏത് ട്രെയിനാണ്, ഈ വന്ന ട്രെയിനാണോ ഞങ്ങൾ കയറുന്നതെന്ന് ചോദിച്ചു. അപ്പൊ സർ പറഞ്ഞു അല്ല അതല്ലാന്ന് പറഞ്ഞു. ട്രെയിൻ വന്നു. ഞങ്ങള് 3 നേരം കേറാൻ പോയി. പിന്നെ ഡൗട്ട് വന്നിട്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പോഴത്തേക്കും ഒരാൾ കേറി ട്രെയിൻ പോയി. ഞാൻ പോവില്ല പോലെ ഇവള് ഞങ്ങളോട് നിങ്ങൾ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങൾ നോക്കി നിക്കുമ്പോ റോണീഷ ട്രെയിൻ കയറി പോകുന്നു. എന്നിട്ട് ഇവള് വേറെ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ വേറെ ട്രെയിൻ തിരിച്ചു വന്നിട്ടാണ് ഏറ്റവും വലിയ വിറ്റ് ആക്ച്വൽ ട്രെയിൻ കയറാൻ പോകുന്നത് അവിടെ ഓൾറെഡി വെയിറ്റിംഗ് ആണ് റെയിൽവേ സ്റ്റേഷനിൽ. Second crazy thing I remember about like she do some funny things like almost our room like she's alone ഭയങ്കര ബോറിംഗ് ആണെങ്കിൽ ഈവൻ നൈറ്റ് ടൈം ഓൾസോ 10:30 11 o'clock ആണെങ്കിൽ പോലും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കും.
ആർക്കും അയച്ചു കൊടുക്കത്തില്ല. ഇൻ കേസ് ഡ്രസ്സൊക്കെ ഇട്ടാ നിക്കുന്നെങ്കിൽ ഞങ്ങള് വന്ന് ഡോറ് മുട്ടാൻ ആ തുറക്കത്തില്ല. അതെല്ലാം മാറി നമുക്ക് പോയി വേറെ റൂമിൽ ഇരിക്കാം. Even these people do, but they won't tell. ഞാൻ ചെയ്യോടി, ഇല്ല, ഇവരൊക്കെ ചെയ്യും. ഞാൻ ചെയ്യും. നീ എന്റെ അല്ല ഇവർ ചെയ്യും. No, Yeah. I won't do like dress up in. If I go somewhere, I will dress up. Otherwise, ഇങ്ങനെ ബോർ അടിച്ചിട്ട് ഇവളെ പോലെ 11:30 12 o'clock ഞാൻ കുസൃതിയില്ല. A third question I'll be asking to Jismi. Okay? Tell about my eating habits. She'll be telling very clearly because ഞങ്ങൾ രണ്ടുപേരും സ്ട്രീറ്റ് ഫുഡ് എങ്ങനെ കഴിക്കുന്നു പറയണ്ട. ഫസ്റ്റ് ഞാൻ പറയാം, അത് ഞാൻ മെൻഷൻ ചെയ്തിരിക്കണം. കാരണം ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, സത്യം പറയാലോ. ഞാൻ ഇവരെ പോലെയൊക്കെ ആയിരുന്നു. 10ത്തെ ഫോട്ടോ ഇല്ലേ +2 വന്നപ്പോ പിന്നെ അവിടെയും കുറച്ച് ഇങ്ങനത്തെ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ അവിടെയും കുറച്ച് കഴിച്ച് കുറച്ച് വണ്ണം വെച്ചു. പക്ഷെ വണ്ണം ഒന്നും ആയിരുന്നില്ല, ഒരു മീഡിയം. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ എന്ത് നല്ല കുട്ടിയായിരുന്നു അറിയാം. ഞാൻ പുറത്തുനിന്ന് സാധനങ്ങളൊന്നും കഴിക്കില്ല. പിസ്സ ബർഗറൊക്കെ എന്താന്ന് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പാനിപ്പൂരി എന്ത് ഞാൻ കണ്ടിട്ട് വരെയില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ സ്ഥിരം ഇവിടെ ഹോസ്റ്റലിനടുത്തൊരു പാനിപ്പൂരി ഒരു എന്താ ചെറിയൊരു വണ്ടി ഉണ്ട് അവിടെ. ആദ്യം ഇവരെന്നെ റോണിഷ ബാ നമുക്ക് പാനിപ്പൂരി ഇവര് പോയി ഇവര് കഴിക്കും, ഞാൻ സൈഡിൽ നിന്ന് നോക്കി കഴിച്ചേ. ഒരാഴ്ച അങ്ങനെ പോയി. 2ാമത്തെ ആഴ്ചപ്പോ ഒരെണ്ണം ടേസ്റ്റ് നീ വേറെ എടുക്കണ്ട, ഞാൻ തിന്നേന്ന് നീ ഒരെണ്ണം ടേസ്റ്റ് അങ്ങനെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ തന്നു. നെക്സ്റ്റ് ഡേ പോകുമ്പോ പിന്നെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ തരും. അങ്ങനെ തന്ന് ഇവള് പാനിപ്പൂരി കഴിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പാനിപ്പൂരി കഴിക്കുന്ന അവസ്ഥയായിപ്പോയി. പിന്നെ പിസ്സയൊക്കെ കഴിക്കും, പക്ഷെ ഇഷ്ടമാണ് ആൾക്ക്, പക്ഷെ അധികം കഴിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോളൂ. പിന്നെ ചിക്കനൊന്നും കഴിക്കത്തില്ല കേട്ടോ, ചിക്കൻ ഒട്ടും പറ്റത്തില്ല. മുട്ട കഴിച്ചോളൂ. പിന്നെന്താ ജ്യൂസൊക്കെ കുടിച്ചോളൂ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കോഫി ചായ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ പൊട്ടാറ്റോ ചപ്പാത്തി ആലു പറാത്ത മെൻഷൻ ചെയ്യും, അത് അവർക്ക് ഇഷ്ടം. സമോസ എഗ് പഫ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം സ്നാക്സ് കേക്ക്സ് കഴിക്കുമ്പോൾ എപ്പോഴും ഇല്ല, ബട്ട് പാനിപ്പൂരിയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ചിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ചില സമയത്ത് 5 രൂപ 10 രൂപയുടെ ഒക്കെ ചിപ്സ് സ്ഥിരം. അത് ഹന്നയുടെ അടുത്ത് റോണിഷ, പിന്നെ ഇവർ 2 പേരുടെ അടുത്ത് ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവരും. സോ ഞാൻ തിന്നാറില്ല എല്ലാവർക്കും. പിന്നെന്താ ഇതൊക്കെയാണ് സ്ഥിരം കഴിക്കല്. പിന്നെ മഞ്ചൂരിയ, ഫ്രൈഡ് റൈസ് ബാക്കി ഞാൻ കഴിക്കൂല്ലേ. അതാണ് ഞാനിങ്ങനെ സത്യമായിട്ട് ഞാനിങ്ങനെ ആവാൻ കാരണം ഇവര് തന്നെയാണ്. അത് യാതൊരു സംശയം വേണ്ട. ബിക്കോസ് എല്ലാവരും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഇങ്ങനെ ഒരാളുണ്ടാവും. വേണമല്ലോ, എത്ര മനുഷ്യന്മാരെ ഫുഡ് കിട്ടാൻ പറ്റും. ലെറ്റ് മീ ഷെയർ വൺ തിങ്. ഞങ്ങൾ ഒരു പ്രാവശ്യം നാട്ടിലെല്ലാവരും മീറ്റ് ആയിരുന്നു ഇവിടെ നിന്ന് പോയിട്ട്. So we went to Hanna's house actually. We stayed almost 2 days and she has some work, so she left from her house. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മോളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഹന്ന the first thing she told me is എടി ജിസ്മി ഇല്ലടി നീ നോക്കി ഓർഡർ ചെയ്താൽ മതി, ബിക്കോസ് ആര് കഴിക്കും ലെഫ്റ്റ് ഓവർ ഫുഡ്. അവൾ പറഞ്ഞ പാടിയോലില്ലല്ലോ, നെക്സ്റ്റ് ടൈം വേണ്ടെന്ന്. ഞങ്ങൾ ഫുഡ് ഓർഡർ വെരി ലെസ് യു നോ. Only the thing is we kept in mind ജിസ്മി ഇല്ല, there's no one to finish our food. ഇന്ന് വൈകുന്നേരം പോയപ്പോൾ ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഓർഡർ ചെയ്യാൻ, അവസാനം എന്നെ കൊണ്ട് തീറ്റിക്കരുത്. ഇന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹാപ്പൻ. ഡയറ്റിംഗ് ഒന്നും അല്ല, എന്താണ് ഉച്ചയ്ക്ക് അവരുടെ ഡ്രസ്സൊക്കെ കേറുന്നില്ല. ഇന്ന് കുറെ ട്രൈ ചെയ്തു, ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ സിമ്പിൾ ആക്കി. ഞങ്ങൾ പിന്നെ ഞാനും റോണേഷും ഭയങ്കര ചൂസി ആയിട്ട് കഴിക്കുന്ന ടൈപ്പാണ്. അത് വേണ്ട ഇത് വേണ്ട സ്പെസിഫൈ ആയിട്ട് പച്ചക്കറിയായാലും നോൺ വെജ് ആയാലും she gets adjusted to all types of food. That's the best part I like now. എവിടെ പോയാൽ she can stay, we can't. ഞങ്ങൾ ഭയങ്കര ചൂസി ടൈപ്സ് ആണ്. സ്റ്റേ എനിക്ക് അഡാപ്റ്റ് ചെയ്യണം, ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര അസുഖം വരെ കഴിച്ചില്ലെങ്കിൽ അതാണ് മെയിൻ. ആൻഡോന്റെ അടുത്ത് ഞങ്ങള് രാത്രി സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട് അവള് കാരണം. One more thing, because of Hanna we visited most of the hospitals in Hyderabad and we came to know how to deal with the hospitals, how to go and talk. Like we were like totally blank when we go to hospitals. We really don't know whom to contact, where to go. Actually they are my local guardians. സത്യമായിട്ടും yeah, that's the most funniest part. Okay.
So coming to the fourth question, this she'll answer really well because we both go almost. Okay? Yeah. How do I react when I see plants? ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും പറ. I will show you. If this is the plants, she's seeing for the Yeah, I'll first show you. time. This is the plant. Okay, guys? So cute. She's so crazy about plants. Like even today, ഞങ്ങൾ ഇന്ന് പുറത്ത് പോയപ്പോ പോലും ഓട്ടോയിൽ ഇരുന്നിട്ട് എവറി പ്ലാന്റ്സ് സത്യമായിട്ടും. പക്ഷെ ഞാൻ കൂടി ഉള്ളതുകൊണ്ട് എവിടെ വണ്ടി വണ്ടി നിർത്തും. നിർത്തില്ല. ഞാനാണ് തന്നെയുള്ളെങ്കിൽ സോപ്പിടും. ആ ഒന്ന് പോവാ. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തേ. പപ്പി ഫേസ്. പ്ലാന്റ്സിനോട് മാത്രമുള്ള അതിന് മാത്രം ഞങ്ങളോട് പോലും ഇല്ല. Next question നമുക്ക് ജിസ്മിക്ക് ചോദിക്കാം. Okay? What's the one thing most of the people don't know about me? One thing. Yeah. Only one thing. Yeah. If you know more, you can tell maximum 3. Okay. But അത്ര വേണ്ട, expose ആണ്. Okay. ആദ്യത്തെ കാര്യം ആളിങ്ങനെ അല്ലേ അല്ല. നിങ്ങൾ കാണുമ്പോ ഹലോ ഭയങ്കര ഡീസന്റ് ആയിട്ട്. അയ്യോ നിങ്ങൾ ഹോസ്റ്റലിൽ വന്ന് നോക്കണം എന്തൊക്കെയാ ഞങ്ങൾ ബുക്ക് വെച്ച് അടിക്കാം മനുഷ്യന്മാരെ, തലയിലിട്ട് അടിക്കാം, ഓടിച്ചിടാ, വെള്ളം ഒഴിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല റോണിഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട്. ആദ്യം ഞങ്ങൾ പരിചയപ്പെട്ട് ഓക്കെ 1 വർഷം നോർമലായിട്ട് പോയി. 2ാമത്തെ വർഷം കാണിക്കുന്ന പണികളൊക്കെ കാണിക്കുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും റോണിഷ തന്നെയാണോ അത്. എൻ്റെ കൂടെ കുറച്ചൊക്കെ ചെയ്യും, അതുങ്ങൾ കണ്ടു എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ 2 പേരോട് ഞാൻ ഓക്കെ. 2ാമത്തെ കാര്യം എക്സാമിന്റെ സമയത്താണ് ഒരു രക്ഷയില്ലാത്ത. അപ്പൊ തൊട്ടടുത്താണ് എൻ്റെ റൂം, ഇതുങ്ങൾ 2 പേരും ഇവിടെ, ഇവളുടെ റൂം വേറെ എവിടെയാണ്, പക്ഷെ ഇവിടെ വന്നിരിക്കും എല്ലാരും ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രം. So ഇപ്പൊ next question ഹന്നയ്ക്ക്. Okay? If I have 3 wishes, what would that be? 3 wishes. What would that ഫോർത്ത് be? വിഷ് ഞാൻ പറയാം, അവള് പറഞ്ഞില്ലെങ്കിൽ. First wish, then she want to be an independent woman. Second wish, she want to go to abroad and get settled there. Third wish, she want to go and guy. She wants to marry a Go and guy. അതിൽ എന്ത് സ്പെഷ്യാലിറ്റി കണ്ടുപിടിച്ചിട്ടാണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. Because that people are like mostly traveling. ഒരു ഓപ്പൺ അപ്പ് ടൈപ്പ് ആയിരിക്കും. These are the 3. എനിക്കറിയില്ല. അയ്യോ Personal experience, guys. കെട്ടാൻ പോണ ആള് ഗോൻ അല്ലെങ്കിൽ ക്ഷമിക്കണം. ഇപ്പോഴേ വീഡിയോ കാണുമല്ലോ. ഗോവൻ അല്ലെങ്കിൽ one solution is there. Every day ഒരു പ്ലേറ്റ് പാനിപ്പൂരി മേടിച്ചു കൊടുക്കാം. Problem solved. Okay. So next question ജിസ്മിക്ക്. Okay? എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ചോദിക്കുന്നത്. If I was a president, what would the first thing I would work to change in this country? ഓക്കെ വിമൻ. So I remember like we as literature students and we used to get a lot of information about this literary fest and all. So me and Jismi have a common subject, literature. So we were very interested to go for the literary fest, and when we go around there were like many bookstores over there. So we both have very different taste. She loves to read about politics, history and all, whereas I really look for the woman empowerment novels, the feminist novels. So it happened in that way, and she took something related to history, something with the Modi and all. I was like, what? Not about body. Yeah, politics. Yeah, The Indian main government. photo was Modi. I was like, oh my god. പിന്നെ ഞാൻ സംതിങ് റിലേറ്റഡ് ഫെമിനിസം എടുത്തു. സോ വി സ്റ്റാർട്ടഡ് റീഡിങ് ദാറ്റ് ബുക്സ്. ഭയങ്കര ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു, ബട്ട് വി ഹാവ് എ കോമൺ സബ്ജക്ട് ലിറ്ററേച്ചർ. അതായിരുന്നു ഭയങ്കര സിങ്ക് ചെയ്തു ഞങ്ങൾ. ദാറ്റ് വാസ് വൺ ഓഫ് ദ മൂമെന്റ് ഐ വാണ്ടഡ് ടു ഷെയർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. Yeah, this will be to Hannah. Okay? So, if I won 10,000 rupees, okay, what am I going to do with that? ഒരു സംശയമില്ല, പറയാനോ പറ. Plans. തീർച്ചയായിട്ടും വീട്
മൊത്തം ഇപ്പൊ അവളുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബില് അറിയാം. അവളുടെ ബെഡ്റൂമിൽ അവൾ ബെഡ് മാറ്റിയിട്ട് പ്ലാൻസ് വെക്കും. 10,000 rupees അവൾ വോൺ ചെയ്ത ഒബ്വിയസ്ലി ആ നഴ്സറി തന്നെ അവൾ മേടിച്ച് ആ വീട്ടിൽ കൊണ്ടുപോയി. അതെ. So next question ജിസ്മിക്ക് വേണ്ടി. Okay. Yeah. നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ്. How do I disturb you guys? പറ, എങ്ങനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യും? അന്നേക്ക് അറിയാം നന്നായിട്ട്. ജിസ്മിയുടെ പറ. ജോണു ഇല്ല, when I'm in front of ജിസ്മിനെ ഭയങ്കര ഡീസന്റ്, അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അങ്ങനെ ഡിസ്റ്റർബൻസ് കൈൻഡ് ഓഫ് അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. നീ ഡിസ്റ്റർബ് ചെയ്യോ? ജിസ്മി അതിന് ഫേസ് ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ ആരെയും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അതാണ് reason. Yes. So she can answer that. പറയൂ. അവള് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നത് നമ്മൾ അവളോട് സംസാരിക്കാണ്ട് നമ്മൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെടില്ല. സോ ആ സമയത്ത് അവൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഫോണോട് വെക്കും, എന്നോട് സംസാരിക്കും, അങ്ങനെ പറയും. അത് പറഞ്ഞപ്പോഴും ചില സമയത്ത് എൻ്റെ അടുത്ത് എപ്പോഴും ഒന്നും ഇല്ല, ചില സമയത്ത് ഇടയ്ക്ക് ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോവാന്നൊക്കെ വേണ്ടി എനിക്ക് അതിനെ തെറുപ്പില്ല, അതവിടെ വരുമ്പോ മറക്കും. ഇപ്പൊ ഇന്ന് വരെ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നത്, അപ്പൊ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിലടക്ക വീണു. അപ്പൊ ആകെ വയ്യ, മേലൊക്കെ വയ്യാണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ സത്യം എന്ത് വേദനയാന്ന് വെച്ചാൽ നല്ല വേദന, മുട്ടുകുത്തിയൊക്കെയാ വീണത്. ഇവിടെ വന്നിട്ട് ഹനുനോട് ഞാൻ പറഞ്ഞു, എടി ഞാൻ ഇങ്ങനെ വീണു. അയ്യോ ഇവരോട് ഞാൻ പറഞ്ഞു, എടി ഞാൻ വീണു. ഒറ്റ ചിരി എന്ന് വെച്ചിട്ട് നമ്മള് ചുമ്മാ ഒരു സ്റ്റെപ്പിൽ തെന്നി വീഴുന്ന വ്യത്യാസം. ഇത് ശരിക്കും ഞാൻ കരച്ചിലൊക്കെ വരുന്ന രീതിയിലാണ് ഞാൻ വീണത്. ഇവിടെ ഒരാൾ ചിരി പിടിച്ചിട്ട് അത് ഇന്ന് കാലത്ത് എന്റെ റൂമിൽ വന്നിട്ട് എന്നോട് ഒരു ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. ഞാൻ അതല്ല ഇട്ടത്, ആ ഡ്രസ്സ് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീണ അത് അത് കുഴപ്പമില്ല, അതവിടെ വരുമ്പോൾ അങ്ങനെയാണ് ആൾ. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും വേണ്ട അത് പിന്നെ ഇവളാണല്ലോ വല്ലപ്പോഴൊക്കെ അല്ലേ പറയില്ല, ഞാൻ നോ പറയാറില്ല. കണ്ടോ? പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് സ്ലീപ്പിംഗ് ഇസ് സോ frankly പറഞ്ഞ I don't like sleeping more like ഞങ്ങൾ ഉറങ്ങാറില്ല. I sleep only night time. ഇവള് ഭയങ്കരമായിട്ട് sleeping kind of person. എനിക്ക് ബെഡ് അതാ ഞങ്ങൾ we don't like to sleep. ടൈം ഇട്ടാൽ so she irritates me that അയ്യോ എണീപ്പിക്കാൻ പാടാണ് ഹന്നൂന്, അതാ പ്രശ്നം. Actually the thing is she tells me that ഈ ടൈമില് എനിക്ക് പഠിക്കണം പ്ലീസ് wake me, so I'll be to the point. Okay, ഇവൾ പറഞ്ഞു okay that's my duty to wake up. ഞാൻ പോയപ്പോ ഹന്ന അവളെന്ത് പറയും, എടി ഒരു 10 minutes. പിന്നെ നീ എന്റെ മമ്മിയുടെ പോലെ ചെയ്യുമല്ലോ. See what she told me. ഇല്ല, കുറേ നേരം ഉറങ്ങും, അത് ശരിയാ. ഭയങ്കര സ്ലീപ്പിംഗ് സത്യമായിട്ടും. ഇപ്പൊ നമ്മള് സാധാരണ കാലത്ത് ഉറങ്ങുമ്പോ 1-2 hours, രാത്രി 6-7 അല്ലേ. അവള് രാത്രി ഉറങ്ങിയാലും 6 hours 7 hours, പകൽ ഉറങ്ങിയാലും 6-7 hours. എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പൊ ഞാൻ സ്ലീപ്പിംഗ് ചെയ്യുന്നുണ്ട്. So next question എന്താന്ന് പറഞ്ഞാൽ what's the luckiest thing that happened to me? Ada question. Luckiest thing that happened to me. Yes. Yeah, obviously. Because frankly to say till +1 +2 we were like something or home pampered, പിന്നെ അങ്ങനെ ഇൻഡിപെൻഡന്റ് അല്ല. ഇവള് ഭയങ്കരമായിട്ട് സത്യമായിട്ടും we were like you know we stay in home, we go, we come, പിന്നെ family അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹോസ്റ്റലിൽ നിന്നിട്ട് doing everything by ourselves. We didn't get a chance. So that was the first stage where we became little independent in the degree. It might be next in the PG, but this was a starting stage I can tell, and where I got like 2 really very good for me also friends. They are like 2 pillars. Yeah, അടിപൊളിയാണ്. We became a family and we know everything. നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഞങ്ങളുടെ ഇടയിൽ നല്ല അടിപിടി. Obviously where there is love there is obviously നിങ്ങൾ കണ്ടു വിചാരിക്കും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ലതല്ല. ഇടയ്ക്ക് നല്ല പൊട്ടിത്തെറി അടിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഈ ഗേൾസിന്റെ ഇടയിലുള്ള കുറച്ച് കുശുമ്പുമാർ അതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. Then also
അതൊക്കെ ഞങ്ങള് കഴിഞ്ഞിട്ടാണ് തല്ലി പിടിക്കും, പിന്നെ കച്ചപ്പം. കൂടും. തല്ലി പിടിക്കും, കച്ചപ്പം. അപ്പൊ ആ ബോണ്ട് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. Yeah, that would be the best thing. So, ipo Hannaki vendiyan question. What's my dream job? As she's studying social management, she likes to help others. ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. ലൈക്ക് അവള് കാണിക്കില്ല, ലൈക്ക് ഹെൽപ്പ് ചെയ്യാൻ പോണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കില്ല, ബട്ട് ബിഹൈൻഡ് ദാറ്റ് ഷീ ഡൂ സംതിങ് ഗുഡ്. സോ അതാണ് തോന്നുന്നു സോഷ്യൽ സർവീസ്. Okay. ഷീ ലൈക്സ് സോഷ്യൽ സർവീസ്. So, ipo Jismi, what's the last lie I told? Last lie. I think just we don't know, but I know. ലാസ്റ്റ് ലൈ യു ടോൾഡ് മീ. Oh, it might be like anyone. Like the last lie which She you know. lied us to. Para. The last lie. നീ എനിക്ക് You tell last lie she told you. Yeah, that would be best. എനിക്ക് റോണിഷ നോണ പറയുന്നത് ഇപ്പഴാണ്. ഞാൻ പറയാം guys. ഞാൻ പറയാം. സത്യം നിക്ക് ഞാൻ ആലോചിക്കുന്നത്. നീ എന്നോട് നോണേ പറയാറുണ്ടോ? I don't remember. No, particularly she won't tell us lie, but to understand. അങ്ങനെ പറഞ്ഞ ഹോസ്റ്റലിലെ സിസ്റ്റം. Yeah, correct. അങ്ങനത്തെ അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ലൈൻ്റെ ഒക്കെ റാണിയാണ്. Yeah, we do a lot of drama to get out of the hostel, to get our food and all. ഞങ്ങള് ചെയ്യാത്ത ഹോസ്റ്റൽ. സിസ്റ്റർ ഞാൻ പാർസൽ വന്നു ഞങ്ങൾക്ക് പോകണം. ഞങ്ങള് രാത്രി 10 മണിക്കൊക്കെ ഇല്ല 6 മണിക്ക് ക്ലോസ് ചെയ്ത ഗേറ്റ് ഞങ്ങൾ 10 മണിക്കൊക്കെ കയറി. ഞങ്ങള് ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഗേറ്റിന്റെ അടിയിൽ ചോറും അല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്ത ദിവസങ്ങളുണ്ട്. പിന്നെ ചില സമയത്ത് വിൻഡോന്നൊക്കെ ഇങ്ങനെ കട്ടൊക്കെ ചാടാനൊക്കെ നോക്കാറുണ്ട്, ബട്ട് അത് പറ്റാറില്ല. വിൻഡോ ഒക്കെ ഭയങ്കര സേഫാണ്. So, ipo ഞാൻ പറയണ്ടോ? ഇല്ല, ഇതൊക്കെ ഹോസ്റ്റൽ മെമ്മറീസ് ആണ്. ഹോസ്റ്റൽ എല്ലാരും ചെയ്യുന്ന ഒരു കാഷ്വൽ തിങ്സ് ആണ്, യൂഷ്വൽ കാഷ്വൽ തിങ്സ് ആണ്. So, ipo ഞാൻ ലാസ്റ്റ് ആയിട്ട് ലിറ്റിൽ പേഴ്സണൽ പറഞ്ഞ ഭയങ്കര അറ്റാച്ച്മെന്റ് സിറ്റുവേഷൻസ് ഒക്കെ ചോദിക്കാൻ പോകും. Only one question, okay? They will really express very well. Okay, so I'll ask to Hannah first. Tell me about our nursery journey. Why? എന്നോട് തന്നെയായിരിക്കും. Why that question to me? Because only you know. അതെ, എനിക്ക് ഒരു രീതിയിലായിട്ടില്ല അവളുടെ. She's so mean. അവൾ വരത്തില്ല. നഴ്സറി വന്ന് ഓടി പോവാലോ. Like എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാന്റ്സിനോട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ല. കാരണം ഞാൻ ജംഗിളിൽ because Kerala, as you all know, God's own country, full of greenery. So ഒരു ഗ്രീനറി അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നുകൊണ്ട് ഇവിടെ വന്നപ്പോ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. Yeah, that's true. അപ്പോഴാണ് ഈ ഒരു ക്രേസി യൂണിക് പേഴ്സൺ ഞാൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ബിക്കോസ് ഷീ ലിവിങ് ഇൻ എ സിറ്റി, സോ ഫുൾ ഓഫ് ബിൽഡിംഗ്, അപ്പൊ ഗ്രീനറിയോട് ഒബ്വിയസ്ലി എന്തായാലും ഒരു അറ്റാച്ച്മെന്റ് തോന്നും. സോ ദാറ്റ് ടൈം ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ വീട്ടിലായാലും കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ച് തുടങ്ങി ഫ്രം ഹർ ഇൻസ്പിറേഷൻ. ഞാൻ ബോട്ടിലാട്ട് ചെയ്തത് ഇവളുടെ ഇൻസ്പിറേഷൻ കൊണ്ടാണ്. ആ ബോട്ടിന്റെ ഉള്ളിൽ ചെടി വെക്കാൻ തുടങ്ങിയത് ഇവളുടെ ഇൻസ്പിറേഷൻ കൊണ്ടാണ്. സോ ഇവളെ കണ്ടിട്ട് ഞാൻ നിർത്തി. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടോ? അപ്പൊ ബിക്കോസ് നേച്ചർ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവളുടെ കൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ കമന്റ് ഒക്കെ എടുക്കും, എനിക്ക് വരണ്ട, എനിക്ക് മടിയാണെന്നൊക്കെ പറയും, ബട്ട് ഉള്ളിൽ എനിക്ക് പോകണം, ആ സറൗണ്ടിങ്ങിൽ നിൽക്കണം. ഇവർ രണ്ടുപേരും കുറച്ചും കൂടി ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. എനിക്ക് ഭയങ്കര ലോക്കൽ ടൈപ്പാണ്. സത്യം എനിക്ക് എപ്പോഴും പാട്ടും ഒച്ചപ്പാടും ബഹളം ഇങ്ങനത്തെ ഒരു എൻവയൺമെന്റ് ആണ് എനിക്കിഷ്ടം. ഭയങ്കര സൈലന്റ് ആയിട്ടൊക്കെ ഭയങ്കര ഒരു അൺകംഫർട്ടാണ്. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ ആലോചിച്ച് നോക്കേണ്ട അവസ്ഥ. So, perfect answer. So, Jismi's question in the, as you told, tell about our movie journey. അത് പറയണ്ട, from first to last year. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു 10-20 കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ആൾക്കാരും കൂടി day by day. Because language is a problem. എനിക്ക് തെലുങ്ക് അറിയില്ല. ഞങ്ങളുടെ കോമൺ അതാ. ഞങ്ങൾ മലയാളം കാണും, തെലുങ്ക് കാണും, ഹിന്ദി കാണും, ഇംഗ്ലീഷ് കാണും, എല്ലാം കാണും. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. അടിപൊളിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോളേജ് ഇപ്പം
എന്നെ കൊണ്ട് ക്ലാസ് പങ്കെടുത്ത ദിവസങ്ങളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ബി ആണെങ്കിൽ പോലും ഇവർക്ക് കുറച്ചും കൂടെ നേരത്തെ തരും, എനിക്ക് കുറച്ച് എക്സ്ട്രാ ഇല്ല, ഇവർക്ക് ക്ലാസ് ഇല്ല. അത് സത്യം. ക്ലാസ് ഇല്ല, കാലത്ത് 1-2 ക്ലാസ് ഉണ്ടാവും, പിന്നെ ഫുൾ ഫ്രീ ആണ്. അപ്പൊ ഇടക്ക് എന്നെ വിളിക്കും, ഒരു ക്ലാസ് ഉണ്ട്, ജിസ്മി നമുക്ക് സിനിമയ്ക്ക് പോകണം, ഇവിടെ എനിക്കൊരു ക്ലാസ്. ഞാൻ എന്ത് ക്ലാസ് കേൾക്കുമ്പോ നമുക്ക് സിനിമ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പിന്നെ ആലോചിക്കാം, അയ്യോ അറ്റൻഡൻസ് എന്നാലും കുഴപ്പമില്ല, സിനിമയല്ലേ പോയേക്കാം. അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ ക്ലാസ് സ്കിപ്പ് ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് നേരത്തെ ബുക്കൊന്നും ചെയ്യത്തില്ല. So I guess by seeing this video you might be knowing something better than before about me. Kore ivarokke the things which I didn't want to tell to the other people, ivarokke kore parnu but ഞങ്ങളെ കുറിച്ച് പുറത്ത് കുറെ ഇറക്കിയില്ലേ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കുറെ ഒക്കെ ഉണ്ട്, പക്ഷെ ഇത്ര മതി. and the Korean friends, even the friends with whom I have studied and all, they really don't know this much about me, but these people, as we are spending almost many years in the hostel അത് itself, ശരിയാ. personally kore okke കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. 3 കാര്യങ്ങൾ 3 നല്ല അടിപൊളിയായിട്ടാണ്. അപ്പ് ആൻഡ് ഡൗൺസ്, ട്വിസ്റ്റ്സ് എല്ലാം അറിയാത്തതായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഓൾമോസ്റ്റ് എവരിതിങ്, കോമ കുത്ത് എല്ലാം അറിയാം. 3 years is very, it's very long journey. Paryan, like we are almost done, and we came here just to write our exams, and we didn't expect that our farewell will be the last day we leaving this place. അങ്ങനെ കുറെ ടൈം കിട്ടില്ല ടു എക്സ്പ്ലോർ ആൻഡ് ഓൾ, or else we used to do more videos, more stuff and all. അതൊക്കെ ടൈം കിട്ടില്ല. കോളേജിനെക്കാട്ടും കൂടുതൽ അറ്റാച്ച്മെന്റ് ഹോസ്റ്റലും റൂമും ഒക്കെ. അങ്ങനെ അവളൊരു 9 മണിക്കൂറെങ്കിലും ഉണ്ടാവും കോളേജിൽ. ഞങ്ങളൊക്കെ കൂടി വന്ന 3 ഞാൻ പിന്നെ ഉണ്ടാവുമായിരിക്കും, ഞാനായിരിക്കും കൂടുതൽ NCC ഒക്കെ ഉള്ളത്. ഇവള് വെറുതെയാണ്, ഇവളുടെ ഹോസ്റ്റലാണ് അത്, കോളേജാണ് ഇത്. സോ അങ്ങനെ ലൈഫ് മൂവ് ഓൺ ആവുന്നുണ്ട്. സോ വി ആർ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഡൺ, എവറിത്തിങ് എല്ലാം കഴിഞ്ഞു. She will be leaving and we will be leaving, and hopefully I guess we'll meet again. I don't know, but situations are making us really worst, I can tell. So പിന്നെ ഞങ്ങൾ 3 സ്ഥലത്ത് ഇത് തെലങ്കാന ആണെങ്കിലും എവിടെയോ നോർത്ത്, ഞാൻ തെലങ്കാനയാണ് പക്ഷെ എവിടെയോ നടുക്കും ഈസ്റ്റും സൗത്തും ഒക്കെയാണ്. അവള് പിന്നെ നേരെ നാട്ടിലാണ്. പിന്നെ ഞങ്ങൾ എടുക്കാൻ പോകുന്ന കരിയേഴ്സ് ഞാൻ എവിടെയെങ്കിലും സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. ഇവള് പിന്നെ എബ്രോഡ് പോകാൻ പോണു. അവള് നോക്കണം എവിടെങ്കിലും PG കിട്ടിയാൽ മതി. ഭയങ്കര സങ്കടമാണ്, ഭയങ്കര ടെൻഷനാണ്, നല്ല ടെൻഷനാണ്. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ പുറത്ത് പറ്റില്ല, കുറച്ച് ടൈം പുറത്ത് വരും. And we feel very sad to leave each other also. That's the biggest thing, സത്യം പറഞ്ഞാൽ വിടണമെന്ന് നമ്മൾ വിചാരിക്കില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾക്ക് പോയി കഴിയുമ്പോ തോന്നുമായിരിക്കും. We don't feel that we are leaving. We feel like we are coming back again, as we came back for exams. So our feeling, within 2 days she will be leaving mostly. It's like I can't tell. First one. Yeah, she's leaving. And I നെക്സ്റ്റ് hope ഇവള് പോവും. next ഞാൻ പോവും, പിന്നെ ഇവള് പോവും. രണ്ടുപേരും എന്നോട്ടേക്കൊക്കെ ഞാൻ ലാസ്റ്റ് ആണ്. But next time when we meet, I'll try to make out any other video. Because that would be really very memorable. മിക്കവാറും ട്രാവലിംഗ് ഒരു Traveling, yeah, we are planning to travel also very soon, hopefully. കൊറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് ലോക്ക്ഡൌൺ കാരണമാണ്. കോവിഡ് Stay home, stay safe. So guys, this is for today, and in the coming videos I'll be showing you more about our life, our traveling and all. About plans also. Yeah, about plans also, okay? ഇനി എന്റെ പേരൊക്കെ പഠിപ്പിക്കും അടുത്ത വീഡിയോ. And one more thing, don't forget to subscribe my channel, share, like, comment, and don't forget to click the bell icon. And thank you for watching my channel. Bye.